തിരുവനന്തപുരം കാട്ടാക്കടയിൽ തെങ്ങ് കടപുഴകി വീണ് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. വസന്തകുമാരി, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. തൊഴിലുറപ്പ് ജോലിക്കിടെ വിശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. തൊഴിലുറപ്പിൽ നിന്ന് 80 പേരോളം ഉണ്ട്. വളഞ്ഞിരുന്ന് കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് സംഭവിച്ചത്. തലയിലാണ് വീഴുന്നത്. ഒരാളിന്റെ തലയിൽ വീഴുന്നു, ബാക്കിയുള്ള 2 പേരുടെ തലയിൽ വീഴുന്നു, ബാക്കിയുള്ളത് ചെന്ന് അടിച്ചാണ് കൈയും കാലും പൊട്ടിയത്. കൂടുതൽ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, അത്രയും സങ്കടകരമായൊരു വാർത്തയാണ്. ഇപ്പോൾ പരിക്കേറ്റ് 2 പേർ ആശുപത്രിയിലുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുന്നുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ് അലക്സ് റാം മുഹമ്മദ്? റിജിത്ത, തിരുവനന്തപുരം കുന്നത്തുകാൽ പഞ്ചായത്തിലെ ചാവടിയിലാണ്, ചാവടി വാർഡ് 14-ാം വാർഡാണ്, ചാവടിയിലാണ് ഈ ദാരുണമായ അപകടമുണ്ടാകുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. 48 പേർ ഈ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും അടക്കം 48 പേർ ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. അവർ രാവിലെ അവരുടെ ആഹാര സമയത്ത്, അതായത് രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു തോട് ശുചീകരിക്കുകയായിരുന്നു. തോട് ശുചിയാക്കുന്നതിനിടെ അവർ വിശ്രമിക്കുന്ന വേളയിൽ തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഉണങ്ങി നിന്നൊരു തെങ്ങ് അത് മറിഞ്ഞു വീഴുകയായിരുന്നു. ആ തോടിന് കുറുകെ ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ആ പാലത്തിന് പുറത്ത് ഒരാൾ ഇരിക്കുകയായിരുന്നു. തൊട്ട് അടുത്ത് മറ്റു 3 പേരും ഇരിക്കുകയായിരുന്നു. ആ പാലത്തിന് പുറത്തിരുന്ന ആളുടെ പുറത്തേക്ക് ഈ തെങ്ങ് മറിഞ്ഞു വീണ് ആ പാലം 2ആയി മുറിഞ്ഞ് അകത്തേക്ക് വീഴുകയും 2 പേരുടെ പുറത്ത് ഈ തെങ്ങ് വീണു എന്നുള്ളതാണ് ഇവർ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. അതിൽ 2 പേർ, വസന്തകുമാരി അതുപോലെ ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. പിന്നെ 65 വയസ്സാണ് ഇവർക്ക് 2 പേർക്കും. ഉഷ, സ്നേഹലത എന്നിവർ ഗുരുതര പരിക്കുകളോടെ ഈ CSI കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. മരിച്ച 2 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിൽ വസന്തകുമാരിയുടെ സംസ്കാരം ഇന്നുണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കുമാർ 24-നൊപ്പം ഉണ്ട്. ഈ അപകടം എപ്പോഴാണ് നടന്നത്? ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല. രാവിലെ 10 മണിക്കാണ്. ഇവർ സ്വാഭാവികമായിട്ടും 10 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കാലത്ത് പല സ്ഥലങ്ങളായി ഒത്തുകൂടിയതാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരാൾ ആ പാലത്തിരിക്കുകയും മറ്റൊരു സമയത്ത് നിൽക്കുകയും ചെയ്തു. ആ തെങ്ങ് വന്ന് വീണ് പാലവും തെങ്ങും എല്ലാം കൂടെ താഴെ പോയതിൻ്റെ ഭാഗത്താണ് ഈ അപകടം സംഭവിച്ചത്. അതിലിപ്പം ഇൻക്വസ്റ്റ് നടപടി നടന്നുകൊണ്ടിരിപ്പുണ്ട്. വസന്തകുമാരിയുടെ ശവസംസ്കാരം ഇന്ന് തന്നെ നടക്കും. മറ്റ് ചന്ദ്രികയുടെ സംസ്കാരം മകൻ തിരുനെൽവേലിയിൽ ഒരു വർക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് ആലോചിച്ചിട്ട് സമയം ക്രമീകരിച്ച് അതും നടക്കും. ഉഷ, സ്നേഹലത എന്നിവരുടെ പരിക്ക് എങ്ങനെയുണ്ട്? അതിൽ സ്നേഹലതയുടെ പരിക്ക് നല്ല പരിക്കാണ്. എന്നാൽ ഉഷയ്ക്ക് അത്ര വലിയ സീരിയസ് അല്ല. സ്നേഹലതയ്ക്ക് 3 പൊട്ടലുണ്ട്. ഇത് ഈ ഗുരുതരമായ അപ്പം തന്നെ പരിക്കേറ്റുന്നത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഗുരുതരമായ പരിക്കാണ്. വരാം ഗുരുതരമായ പരിക്കാണ്. ഞാൻ ദൃക്സാക്ഷികളോട് കൂടെ ഉണ്ടായിരുന്നവരോട് സംസാരിച്ചു. അവർ പറയുന്നത് ഭയങ്കരമായി വസന്തകുമാരിക്കും ചന്ദ്രികയ്ക്കും തെങ്ങ് ഡയറക്റ്റ് അവരുടെ ദേഹത്ത് അവരുടെ ദേഹത്ത് തന്നെ തെങ്ങ് വീണ് 2 പേരും പാലത്തിനടിയിലോട്ട് അവപ്പെട്ടു പോയി. ഒന്ന് അത് എടുത്ത് മാറ്റാനും ഇത്തിരി വാഹനങ്ങൾ പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവരെ റോഡിൽ കൊണ്ടുവരാനും വലിയ പാടുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് സ്വകാര്യ ആംബുലൻസ് വന്ന് നാട്ടുകാരും കുന്നത്തെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും കൂടെ ചേർന്നാണ് ഇത് ചുമന്ന് കരയിലോട്ട് കൊണ്ടുവരികയും അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. റിജിത്ത, 48 പേരാണ് ഉണ്ടായിരുന്നത്. ഈ ചേട്ടൻ ആ തൊഴിലുറപ്പ് സംഘത്തിലുണ്ടായിരുന്ന ആളാണ്. ചേട്ടാ, ഇത് കണ്ടതാണോ? കണ്ടതാണ്. ഇത് തെങ്ങ് വന്ന് ഇവരുടെ തലയിൽ തന്നെ വീഴുന്നതാണ്. ഒരാൾ പാലത്തിന്റെ അടുത്തിരുന്നു, 2 പേർ അരമ്പിലിരുന്നു. ഇവരുടെ ദേഹത്ത് വീഴുന്നത് തന്നെയാണ് ഇത് സംഭവിച്ചത്. കാര്യമായി 2 പേരെ എടുത്തപ്പോൾ ഒരു ഓർമ്മയും ബോധമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓർമ്മയും ബോധമൊന്നും ഇല്ലാതെയാണ് എടുത്ത് വണ്ടിയിൽ കയറ്റിയത്. 2 പേർക്ക് വേറെ ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. 4 പേരെ എടുക്കേണ്ടി വന്നു. എടുത്ത് ഒരുപാട് ദൂരം കൊണ്ടുപോയാണ് വണ്ടിയിലാക്കി ഇവിടെ കൊണ്ടുവന്നത്. 1 കിലോമീറ്ററോളം എടുത്തു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അത്രയേ ഉള്ളൂ. ഇവർക്ക് 65 വയസ്സൊന്നും പ്രായമായവരായതുകൊണ്ട് ഇത് കൂടി ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു, ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ഇവർ അവിടെ വെച്ച് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും മാക്സിമം എല്ലാവരും കൂടി സഹകരിച്ച് കിടന്ന് വിളിച്ച് ആൾ കൂട്ടി കൊണ്ടുപോകാൻ കഴിഞ്ഞു. രാവിലെ ആഹാരം കഴിക്കുന്ന സമയമായതുകൊണ്ട് മറ്റുള്ളവർ വേറെ പ്രദേശത്ത് വേറെ എവിടെയായിട്ടാണ് ഇരുന്നത്. തണൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നതാണ്. അതാണ് ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുമായിരുന്നു. ഇന്നലെയൊക്കെ ആണെങ്കിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുമായിരുന്നു. ഇന്നലെ എല്ലാവരും അവിടെയാണ് വളഞ്ഞിരുന്നത്. തുടർച്ചയായ ദിവസങ്ങൾ തുടരുന്ന ജോലിയാണ്. 8-9 ദിവസത്തെ പണിയാണ്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. റിജിത്ത, അതാണ് പറയുന്നത്. അതായത് ഈ ആഹാരം കഴിക്കുന്ന സമയമായതുകൊണ്ട് തണൽ നോക്കി മറ്റുള്ളവർ മാറിയിരുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് അപകടമേൽക്കാതെ രക്ഷപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിൽ അലക്സ് റാം മുഹമ്മദാണ് ആശുപത്രിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. 2 പേർ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിക്ക് പുറത്തുനിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. 45-ലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2 പേർക്കാണ്
ജീവൻ നഷ്ടമായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.